ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് തന്നെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും വേണ്ടതില്ല. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ അളവിൽ മട്ടൻ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാലകളായിട്ട് കറുവപ്പട്ട, ഗ്രാമ്പൂ, 2-3 ഏലക്കായ, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. കുക്കർ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാലകളൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തതും, പിന്നെ നമ്മളിതിലേക്ക് സവാളയ്ക്ക് ഒന്ന് വാടി വരുമ്പോൾ ഒരു 8-10 ചുവന്നുള്ളിയും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളിയും 2-3 അത്യാവശ്യം എരിവുള്ള പച്ചമുളകും കൂടെ ആ ഒരു പരുവത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേകണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും കൂടെ പൊടിച്ചത് കൊണ്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ ഇട്ട് കാരണം ഇനി ഒരു ഗരം മസാലയുടെ കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ എത്രത്തോളം ചാറ് അതിന് ആ ഒരു ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇളം ചൂടിലുള്ള വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ റെഡിയാക്കിയിട്ടിട്ട് കുക്കർ ഒന്ന് മൂടി ഒരു വിസിലും പിന്നെ ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ മട്ടൻ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രേവിയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഗ്രേവിയൊക്കെ ഒരുപാട് വേണ്ടവർക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ വേകാനുള്ള സമയം മാത്രമേ ഉള്ളൂ. പിന്നെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം, അത്രയും സമയമുള്ളൂ. അപ്പോൾ ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിലും വീക്കെൻഡ്സിലൊക്കെ ഒരു ബിസി ടൈമിലാണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി മട്ടൻ കറിയാണ്. അപ്പോൾ ഇനി ഇതുപോലെ മട്ടനൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മട്ടൻ കറിക്ക് കുറച്ച് മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും.